കൃപാകടലേ, നിന്റെ തീരത്ത് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക. മടങ്ങുകയല്ല ഇവിടെ ഒന്ന്. കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ ഒഴുക്കാതിരുന്നാൽ, ഹല്ലേലൂയ, കൃപയുടെ ചാറ്റൽ മഴയല്ല എനിക്ക് വേണ്ടുന്നത്. ആവർത്തന പുസ്തകത്തിൽ മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ മേൽ മാരി പോലെ, ഇളം പുല്ലിൻ്റെ മേൽ പൊടിമഴ പോലെ. ഇന്ന് രാത്രി ഒരു മഴ പോലെ, ഒരു മാരി പോലെ, പൊടിമഴ പോലെയല്ല കൃപ എൻ്റെ മേൽ വെളിപ്പെടേണ്ടുന്നത്. ആമേൻ. ജനറൽ വില്യം ബൂത്ത് പറയുന്നു, കൃപയുടെ പ്രവാഹമായി എനിക്ക് വേണ്ടുന്നത്. ഇവിടെ നിന്ന് ഞാൻ മടങ്ങണമെങ്കിൽ ഒത്തിരി നാളായി ഞാൻ കാത്തിരിക്കുക, ഒത്തിരി നാളായി ഞാൻ ചോദിക്കുക. ഇവിടെ നിന്ന് ഇന്ന് ഞാൻ മടങ്ങണമെങ്കിൽ കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കർത്താവിനോട് പറ, കൃപയുടെ ഒരു പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവർ, വില്യം ബൂത്തിനെ പോലെ ഉള്ളവർ ആത്മാവിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച കാര്യമാണ്. കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വീണില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മടങ്ങുകയില്ല. ഒരുപക്ഷെ മോശ പറഞ്ഞതിന് തത്തുല്യമായ ഒരു വാക്ക്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. എനിക്കിവിടെ നിന്നൊരു മടക്കമുണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം എൻ്റെ മേൽ വരണം. അതുപോലെ പറയുന്നത്, ഞാനിവിടെ ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒരുപാട് നാളുകളെ ഞാൻ കാത്തിരിക്കുക, ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ആകാംക്ഷയോടെ ഇരിക്കുക. എനിക്കിവിടെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റണമെങ്കിൽ കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം.